വെറും ക്ഷണികമായ സൗന്ദര്യത്തിന് വേണ്ടി മാത്രമോ നൈമിഷികമായ സമ്പത്തിനു വേണ്ടി മാത്രമോ കേവലമായ കുടുംബത്തിന്റെ പേരും പെരുമയും നോക്കി മാത്രമോ വിവാഹം കഴിച്ചാൽ ദാരിദ്ര്യമോ അല്ലെങ്കിൽ അനന്തരഫലം വളരെ മോശമായിരിക്കും. മറിച്ച് ആത്മാവിന്റെ സംശുദ്ധിയും മനസ്സിന്റെ പരിശുദ്ധിയും ജീവിതത്തിന്റെ കെട്ടുറപ്പും നല്ല സമൂഹ സംവിധാനവുമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇരുവരിലും അല്ലാഹു തആല ബറക്കത്ത് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽലക്ഷ്യമുള്ള കുടുംബ ജീവിതമായി നമ്മുടേതെല്ലാം സ്വീകരിക്കട്ടെ. കുടുംബ ജീവിതത്തിന്റെ വിജയത്തിനുള്ള രണ്ടാമത്തെ കാര്യം ഹൃദയമറിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അല്ലെങ്കിലും നിക്കാഹി എന്ന ഒരു ചടങ്ങ് നിർവഹിക്കാൻ 13 നിബന്ധനകൾ മേളിച്ച 2 സാക്ഷികളും 8 നിബന്ധനകൾ മേളിച്ച ഒരു രക്ഷകർത്താവും 6 നിബന്ധനകൾ മേളിച്ച ഒരു മണവാളനും മാത്രം മതിയാകും. എന്നിട്ടും ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂട്ടി ആ നിക്കാഹിന്റെ ചടങ്ങ് നിർവഹിക്കുന്നത് ഭക്തി നിർഭരമായ മനസ്സോടെയുള്ള പ്രാർത്ഥന ലഭിക്കാനും കൂടിയാണ്. അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള വേദിയായി ഈ വേദിയെ സ്വീകരിക്കട്ടെ. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഅലിനു ഹാദൻ നിക്കാഹ് വജഅലൂഹു ഫിൽ മസാജിദി വദ്രിബു അലൈഹി ബിദ്ദുഫൂഫ്. കഴിവിന്റെ പരമാവധി നിക്കാഹിനെ പരസ്യമാക്കണം, പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് നിർവഹിക്കണം, സുന്നത്തിന്റെ അകമ്പടിയോടുകൂടെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ്.